റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ പുതിയ ഭാരവാഹികൾ ജൂലൈ 18 ശനിയാഴ്ച ചുമതലയേൽക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഇത്തവണ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 1905 ചിക്കാഗോയിൽ രൂപീകരിക്കപ്പെട്ട മഹത്തായ ഒരു പ്രസ്ഥാനമാണ് റോട്ടറി. ഇന്ന് 195ഓളം രാജ്യങ്ങളിൽ 35,000 ക്ലബ്ബുകളും 12 ലക്ഷത്തിലധികം അംഗങ്ങളും നിലവിലുണ്ട്. അതിലെ ഒരു അംഗമായ ഡിസ്ട്രിക്ട് 3211 അതിലെ ഒരു ക്ലബ്ബാണ് റോട്ടറി ക്ലബ്ബ്. കഴിഞ്ഞ 48 വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുവാൻ റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് 3211 ഗവർണറാണ് കൃഷ്ണൻ ടി നായർ. അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു വലിയ പ്രോജക്റ്റാണ് സമർപ്പണം. എല്ലാ ക്ലബ്ബുകളെയും ഒരേ ലക്ഷ്യത്തിലാക്കി അണിനിരത്തി മുൻനിരയിൽ കൊണ്ടുവന്ന ദീർഘകാല പ്രവർത്തനങ്ങൾ ജനസമ്മതിയോടെ ജനപങ്കാളിത്തത്തോടെ നടത്താവുന്ന ഒരു പ്രോജക്റ്റാണ് സമർപ്പണം. വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, ഉപജീവന ശേഷി, സാമൂഹ്യ സുരക്ഷ എന്നീ പദ്ധതികളെല്ലാം മുൻനിർത്തി നൂതനവും സുസ്ഥിരവുമായ ഒരു പദ്ധതിയിലേക്കാണ് സമർപ്പണം എന്ന പദ്ധതി കൊണ്ടുപോകുന്നത്. പുതിയ ഭാരവാഹികളായ ഞങ്ങൾ കൂട്ടായ്മയോടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസ സഹായവും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി വൃക്ഷത്തൈ കൊടുക്കലും, ആരോഗ്യ സുരക്ഷ, അതുപോലെ തന്നെ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ്, ഇങ്ങനെ പല പദ്ധതികളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ 2026-27 വർഷത്തെ പ്രസിഡന്റായി ഓമന ജോസഫ് ജൂലൈ 18 ശനിയാഴ്ച ചുമതലയേൽക്കും. വൈകിട്ട് 7 റോട്ടറി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്ഥാനാരോഹണ സമ്മേളനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്യും. വിശിഷ്ടാതിഥിയായി റോട്ടറി ഡിസ്ട്രിക്ട് മുൻ ഗവർണർ ഡോക്ടർ ടീന ആന്റണി പങ്കെടുക്കും. ചടങ്ങിൽ പുതിയ ഭാരവാഹികളായി AG ആന്റണി സെക്രട്ടറിയായും PJ ജോസഫ് ട്രഷററായും ചുമതലയേൽക്കും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം എന്നീ 5 ജില്ലകൾ ഉൾപ്പെടുന്ന റോട്ടറി ഡിസ്ട്രിക്ട് 3211 പ്രമുഖ നേതാക്കളും ക്ലബ്ബുകളുടെ ഭാരവാഹികളും സാമൂഹിക സാംസ്കാരിക പൊതുരംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതിയായ സമർപ്പണം ഔപചാരികമായി പ്രഖ്യാപിക്കും. ജില്ലയിലെ എല്ലാ റോട്ടറി ക്ലബ്ബുകളെയും ഒരേ ലക്ഷ്യത്തിലേക്ക് അണിനിരത്തി സമൂഹത്തിൽ ദീർഘകാല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വിപുലമായ ജനപങ്കാളിത്ത സേവന സംരംഭമാണിത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, ഉപജീവനശേഷി വികസനം, സാമൂഹിക സുരക്ഷ എന്നീ മേഖലകളിൽ നൂതനവും സുസ്ഥിരവുമായ പദ്ധതികൾ സമർപ്പണം മുഖേന നടപ്പാക്കും. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തല വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, രോഗപ്രതിരോധ ആരോഗ്യ സംരക്ഷണ പരിപാടികൾ, ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ജലപരിസ്ഥിതി സംരക്ഷണ സംരംഭങ്ങൾ, വൃക്ഷത്തെ നടിയിൽ, യുവജന സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ എന്നിവ കൂടുതൽ വിപുലമായി നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗവൺമെന്റിന്റെ ലഹരിക്കെതിരെയുള്ള തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി വിപുലമായ രീതിയിൽ സ്കൂൾ കോളേജ് തലത്തിൽ പ്രചാരണവും ബോധവൽക്കരണവും നടത്തും. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായ ഡിസംബർ 3 കിടപ്പ് രോഗികൾക്ക് ഒരു ദിവസത്തെ കലാപരിപാടികളോട് കൂടിയ ക്യാമ്പിൽ ഭക്ഷണ കിറ്റ്, ആവശ്യമായ വീൽചെയർ, വോക്കർ എന്നിവ നൽകും. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ റോട്ടറിയുമായി സഹകരിച്ച് ഉദയകിരൺ പ്രൊജക്ട് 3യുടെ കീഴിൽ 100 വീടുകൾ റോട്ടറി ഡിസ്ട്രിക്ട് 3211 പരിധിയിലുള്ള പരമാവധി 5 സെന്റ് സ്ഥലം സ്വന്തമായിട്ടുള്ള നിർധനരായവരെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി നടപ്പാക്കും. സർവീസ് എബോ സെൽഫ് എന്ന റോട്ടറിയുടെ ആപ്തവാക്യം കൂടുതൽ ജനകീയമാക്കി സമൂഹത്തിലെ അർഹരായവരുടെ ജീവിതത്തിൽ ശാശ്വതമായ മാറ്റം സൃഷ്ടിക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയാണ് പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യമെന്നും അവർ അറിയിച്ചു. വനിതാ ഹോസ്റ്റലിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് ഓമന ജോസഫ്, സെക്രട്ടറി AG ആന്റണി, ട്രഷറർ PJ ജോസഫ്, സർവീസ് പ്രൊജക്ട് ചെയർമാൻ B ശിവൻകുട്ടി നായർ, ജോസ് കൂമ്പയിൽ, D ഗിരീഷ് കുമാർ, M മോഹൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ.